ിരിക്കുകയാണ്. മുഖ്യമന്ത്രിക്കെതിരെ കൊലവിളി നടത്തിയെന്ന പരാതിയിൽ കന്യാസ്ത്രീക്കെതിരെ പോലീസ് അന്വേഷണം. അഭിഭാഷക കൂടിയായ സിസ്റ്റർ ടീന ജോസിനെതിരെയാണ് പരാതി. DGPക്ക് ലഭിച്ച പരാതിയിലാണ് നടപടി. അതിനിടെ ടീന ജോസിനെ തള്ളി CMC സന്യാസിനി സമൂഹം രംഗത്തെത്തി. 2009 ടീന ജോസിനെ പുറത്താക്കിയെന്നാണ് വിശദീകരണം. പോലീസ് മേധാവിക്ക് മെയിൽ മുഖേന ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. സുപ്രീം കോടതി അഭിഭാഷകനായ സുഭാഷ് തീക്കടനാണ് ഈ പരാതി നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഈ വിവാദ പോസ്റ്റ് കൊലവിളി കമൻ്റ് എന്ന രീതിയിൽ തന്നെ വന്നിരിക്കുന്നത്. മുഖ്യമന്ത്രി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രചാരണ പരിപാടികൾക്ക് ഇറങ്ങുന്നു എന്ന ഒരു പോസ്റ്റിന് താഴെയാണ് ഒരു കൊലവിളി കമൻ്റ് എന്ന രീതിയിൽ തന്നെ ഈ രീതിയിൽ ടീന ജോസിന് ഈ പരാമർശം വന്നിരിക്കുന്നത്. അതിനെതിരെ വ്യാപകമായ രീതിയിൽ പ്രതിഷേധം ഉയർന്നിരുന്നു. കാരണം ഇത്തരം ഈ ഉദ്ദേശ കമൻറ്റുകൾ വലിയ രീതിയിലൊരു ആഹ്വാനം നടത്തുന്നത് പോലെ ഉള്ളൊരു കമൻ്റ് എന്ന രീതിയിൽ തന്നെയാണ് വിലയിരുത്തപ്പെട്ടത്. അതുകൊണ്ട് തന്നെ പരാതി വ്യാപകമായിട്ട് തന്നെ ഉയർന്നിരുന്നു. അതിനെതിരെ ഒരു പരാതി എന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ സുപ്രീം കോടതി അഭിഭാഷകൻ്റെ പരാതി മെയിലായിട്ട് DGPക്ക് നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് തുടർ നടപടികളിലേക്ക് നീങ്ങുന്നത്. പ്രധാനമായും തന്നെ ഇവരുടെ ഈ ടീന ജോസിൻ്റെ തന്നെ അക്കൗണ്ടാണോ, ഫേസ്ബുക്ക് അക്കൗണ്ട് തന്നെയാണോ എന്നുള്ള ഒരു സ്ഥിരീകരണം വരുത്തുന്നതിനാണ് ഇപ്പോൾ അന്വേഷണ സംഘം ശ്രമിക്കുന്നത്. അതിനുള്ള നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. ഇതിൽ പ്രധാനമായും തന്നെയും ഉദ്ദേശിക്കുന്നത് ഇതിൽ ഏത് രീതിയിലുള്ളൊരു പരാമർശം ഇവർ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവർ ഷെയർ ചെയ്യപ്പെട്ടിട്ടുണ്ടോ, അത് ഏതെങ്കിലും രീതിയിൽ പ്രചരിപ്പിച്ചിട്ടുണ്ടോ മറ്റുള്ളവർ എന്നതെല്ലാം തന്നെ പരിശോധിക്കപ്പെടുന്നുണ്ട്. ആ രീതിയിലുള്ളൊരു പരിശോധനകൾക്ക് ശേഷമായിരിക്കും തുടർന്ന് നടക്കുക. ഇതിൽ തുടക്കത്തിൽ തന്നെ ഈ പരാതികൾ ഉയർന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ കമൻറ്റ് പിന്നീട് ഡിലീറ്റ് ചെയ്യപ്പെട്ടതായാണ് കണ്ടത്. പക്ഷെ അതിനകം തന്നെ വലിയ രീതിയിലുള്ളൊരു പ്രചാരണം ഇതിന് നേടുകയും ചെയ്തിരുന്നു. ഇതിനെതിരെ ഈ ഒരു കമൻറ്റിനെതിരെ തന്നെ മന്ത്രി V ശിവൻകുട്ടി അടക്കം രംഗത്ത് വരികയും ചെയ്തിരുന്നു. ഇത് സംസ്ഥാനത്തിൻ്റെ ഒരു ഭരണ തലവനെതിരെ നടത്തുന്ന കൊലവിളി ആഹ്വാനം ഇതൊന്നും അംഗീകരിക്കാൻ കഴിയുന്നതല്ല എന്നതടക്കം അദ്ദേഹം വ്യക്തമായും തന്നെ പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്തു. ഏതായാലും ഈ രീതിയിലുള്ള കമൻറ്റിനെതിരെ ഇപ്പോൾ നടപടികളിലേക്ക് നീങ്ങുമോ എന്നതാണ് ഇനി അറിയേണ്ടത്. പോലീസിന് പരാതി ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് പോലീസ് ഇവർക്ക് അത് കൺസേൺ സ്റ്റേഷനിലേക്ക് അടക്കം പരാതിയുടെ തുടർ നടപടികളിലേക്ക് നീങ്ങും. അതിന് മുൻപായിട്ട് ഈ അക്കൗണ്ട് ഇവരുടേത് തന്നെയാണോ എന്ന് ഉറപ്പുവരുത്തുകയാണ്. അതേസമയം ഈ CMC കന്യാസ്ത്രീ സഭ അതിൻ്റെ ഭാഗമായിരുന്നു ടീന തോമസ്. എന്നാൽ 2009 തന്നെ അവരെ സഭയിൽ നിന്ന് സഭാ അച്ചടക്ക നടപടികളുടെ അതിൻ്റെ ലംഘനം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവരെ സഭയിൽ നിന്ന് തന്നെ പുറത്താക്കിയതാണ്. അവർക്ക് കന്യാസ്ത്രീ വസ്ത്രം ധരിക്കാനുള്ള, സന്യാസി വസ്ത്രം ധരിക്കാനുള്ള യാതൊരു അവകാശവുമില്ലെന്നും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സന്യാസി സമൂഹം തന്നെ ഔദ്യോഗികമായി വാർത്താക്കുറിപ്പ് പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. മുഖ്യമന്ത്രിക്കെതിരെ കന്യാസ്ത്രീ നടത്തിയ കൊലവിളി അംഗീകരിക്കാൻ കഴിയാത്തതെന്ന് മന്ത്രി V ശിവൻകുട്ടി. ഇവർ 2020യുടെ കടുത്ത പ്രചാരകയാണ്. വിഷയത്തിൽ 2020 നിലപാട് വ്യക്തമാക്കണം. അവരുടെ രാഷ്ട്രീയ ശൈലിയാണ് ഇത് തുറന്നു കാട്ടുന്നതെന്നും V ശിവൻകുട്ടി പറഞ്ഞു.